കൊല്ലം കടപ്പാക്കടയിൽ ഒരു തിരുമേനിയുടെ വേഷധാരിയുണ്ട്. ലോകത്തെ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് ഉൾപ്പെടെ പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും ഇദ്ദേഹം തരും. കയ്യിൽ ചില്ലറ ഉണ്ടാകണമെന്ന് മാത്രം. വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഏതെങ്കിലും മെത്രാൻ വേഷധാരി ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹം മാത്രമായിരിക്കും. ഈ മെത്രാൻ വേഷധാരിയുടെ പേരാണ് ബസേലിയോസ് യാക്കോബ് തോമസ് പ്രഥമൻ, അതായത് ഭാരതീയ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ. അതും ഒരു വ്യാജൻ. ഭാരതീയ ഓർത്തഡോക്സ് സഭ പേര് കേട്ടാൽ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ സാക്ഷാൽ CID മൂസയ്ക്ക് പോലും പണിപ്പെടേണ്ടി വരും. കടപ്പാക്കടയിൽ താമസിക്കുന്നുവെങ്കിലും കൊട്ടാരക്കര പള്ളിമുക്ക് സ്വദേശിയായ ജെയിംസ് ജോർജ് എന്ന അതിബുദ്ധിമാനാണ് ഈ സഭാ നിർമ്മാണത്തിന്റെ പിന്നിലെ ആർക്കിടെക്റ്റ്. കേവലം ഒരു സഭയുണ്ടാക്കി നിർത്തിക്കളയാൻ ഇദ്ദേഹത്തിന് ഭാവമില്ലായിരുന്നു. ആത്മീയതയുടെ പരമാധികാര പദവിയായ കാതോലിക്ക ബാവ എന്ന നാമം അപ്പാടെ പോക്കറ്റിലാക്കി. ബസേലിയോസ് യാക്കോബ് തോമസ് പ്രഥമൻ എന്ന് സ്വയം ഒന്ന് പ്രഖ്യാപിച്ചു. ഒരു മെത്രാനാകാൻ വർഷങ്ങളുടെ പ്രാർത്ഥനയും സഭാപ്രവർത്തനവും വേണമെന്നാണ് നമ്മൾ പാവങ്ങൾ കരുതിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ജെയിംസ് ബാവ ആ ചിന്താഗതിയെ ഒക്കെ അങ്ങ് തിരുത്തി കുറിച്ചു. തമിഴ്നാട്ടിലെ വെല്ലൂരിൽ പോയി ലക്ഷങ്ങൾ എറിഞ്ഞാൽ മെത്രാന്റെ അങ്കി തൊട്ട് ചെങ്കോൽ വരെ റെഡിയാക്കി തരുന്ന കച്ചവടക്കാരുണ്ടെന്ന് തെളിയിച്ചു. അങ്ങനെ തയ്യൽ കടയിൽ നിന്ന് അടിച്ചെടുത്ത വേഷവും അതും കെട്ടി ചെങ്കോലുമേന്തി കടപ്പാക്കടയിലെ ബാവയായി ഇദ്ദേഹം അവതരിച്ചപ്പോൾ ചുറ്റും താമസിക്കുന്നവർ പോലും ഒരു നിമിഷം കണ്ണു തള്ളിപ്പോയി. സംഗതി എന്താണെന്ന് വെച്ചാൽ, വെറുതെ ഒരു വിനോദത്തിന് വേണ്ടിയല്ല ജെയിംസ് ഈ തിരുമേനിയുടെ വേഷം കെട്ടിയത്. ഇതിനു പിന്നിൽ 10-30 വർഷത്തെ കൺസൾട്ടൻസി പാരമ്പര്യത്തിന്റെ തഴമുണ്ട്. കൊട്ടാരക്കരയിൽ തുടങ്ങി കടപ്പാക്കടയിൽ ആസനസ്ഥനായ ഇയാൾ നടത്തി വന്ന മോഡേൺ ഗ്രൂപ്പ് എന്ന സ്ഥാപനത്തിന്റെ പ്രധാന പണി ഇന്ത്യയിലെ പ്രമുഖ സർവകലാശാലകളുടെ വ്യാജ ബിരുദങ്ങളും ഡിപ്ലോമകളും കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ചു നൽകലാണ്. സർവകലാശാലകളുടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ കാണിച്ച അത്രയും ബുദ്ധി പോലും ഒരു വ്യാജ സഭയുണ്ടാക്കാൻ വേണ്ടി വന്നില്ലെന്നതാണ് സത്യം. സർട്ടിഫിക്കറ്റ് തട്ടിപ്പിന് കൊല്ലത്തും തൃശ്ശൂരിലും ഒക്കെ പോലീസ് കേസ് തലയ്ക്ക് മുകളിൽ തൂങ്ങി നിന്നപ്പോഴാണ് നിയമത്തിന്റെ കണ്ണുവെട്ടിക്കാൻ ആത്മീയതയുടെ ഈ പുതിയ കവചം ജെയിംസ് ജോർജ് കണ്ടെത്തിയത്. മെത്രാൻ വേഷം. അത് കെട്ടിയാൽ പിന്നെ ഒരു ഗുണമുണ്ട്, ആരും പെട്ടെന്ന് സംശയിക്കില്ല. വേഷത്തിന്റെ ഗാംഭീര്യം കണ്ട് നാട്ടിലെ ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രമുഖരും നേതാക്കളുമൊക്കെ ഇദ്ദേഹത്തിന്റെ മുന്നിൽ അനുഗ്രഹത്തിനായി കുനിഞ്ഞു നിൽക്കും. നേതാക്കൾക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാം, ജെയിംസിന് ആ ഫോട്ടോ കാണിച്ച് പുതിയ തട്ടിപ്പുകൾ നടത്താം. പരസ്പര സഹായ സഹകരണ സംഘം പോലെ സംഗതി ഉഷാറായി നടന്നു. വർഷങ്ങളായി ഈ ഭാരതീയ ഭക്തി നാടകം അരങ്ങേറുന്നുണ്ടെങ്കിലും ഇതിലൊന്നും അന്തിമമായി കുറ്റം തെളിയിക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് മറ്റൊരു തമാശ. കോടികളുടെ സാമ്പത്തിക സഭാ തട്ടിപ്പ് ആരോപണങ്ങൾ നാട്ടുകാർ വിളിച്ചു പറയുമ്പോഴും നമ്മുടെ ജെയിംസ് ബാവ തികഞ്ഞ ആത്മീയ മൗനത്തിലാണ്. മിണ്ടിയാലല്ലേ വള്ളിപുള്ളി തെറ്റുകയുള്ളൂ. പരമ്പരാഗത സുറിയാനി സഭകളുടെ നാമവും ചിഹ്നങ്ങളും ഉപയോഗിച്ച് ഈ വ്യാജൻ നടത്തുന്ന പണപ്പിരിവിനെതിരെ ഇപ്പോൾ നാട്ടിൽ ജനരോഷം ഇരുമ്പുന്നുണ്ട്. എന്തായാലും വിദ്യയും ദൈവവും ഒരുപോലെ കച്ചവടമാക്കിയ ജെയിംസ് ജോർജിന്റെ ഈ വക്രബുദ്ധിക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുകയല്ലാതെ നാട്ടുകാർക്ക് ഇപ്പോൾ മറ്റു വഴികളൊന്നുമില്ല. ഇനി എങ്ങാനും വഴിയിൽ വെച്ച് ഏതെങ്കിലും മെത്രാനെ കണ്ടാൽ അദ്ദേഹം വെല്ലൂർ വഴിയാണോ അതോ സഭ വഴിയാണോ വന്നതെന്ന് ഒന്ന് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കുമെന്നേ പറയുവാനുള്ളൂ.